നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത് മോദി സർക്കാരാണ്, അണുബോംബിനെ പേടിക്കുന്നവരല്ല. നിർണായക മറുപടിയുമായി അമിത്ഷാ. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അണുബോംബ് പ്രയോഗിക്കുമെന്നുമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യറിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തുകയാണ് വേണ്ടത്. സൈനിക ബലം കാണിച്ച് പ്രകോപിപ്പിക്കുന്ന പക്ഷം പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. പാക് അധീന കശ്മീർ തിരിച്ചെടുക്കുമെന്നും അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ്. ശനിയാഴ്ച ഝാൻസിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു അമിത്ഷാ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. 2019 ആർട്ടിക്കിൾ 370 എടുത്തുമാറ്റി. ഇതോടെ കശ്മീരിൽ സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നും അമിത്ഷാ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ പാക് അധീന കശ്മീരിൽ പ്രതിഷേധ ശബ്ദം കേൾക്കുന്നു. മുമ്പ് സ്വാതന്ത്ര്യം വേണമെന്ന മുദ്രാവാക്യം ഇവിടെ കേട്ടിരുന്നു. എന്നാൽ ഇന്നത് കേൾക്കുന്നത് പാക് അധീന കശ്മീരിലാണ്. മുമ്പ് കശ്മീരിലാണ് കല്ലേർ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് പാക് അധീന കശ്മീരിലാണ് കല്ലേർ ഉണ്ടായിരിക്കുന്നത്. അതേസമയം നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ് 6 മാസത്തിനുള്ളിൽ പാക് അധീന കശ്മീർ തിരിച്ചു കൊണ്ടുവരുമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു. പാകിസ്ഥാന് പാക് അധീന കശ്മീരിനെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു. മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു ആദിത്യനാഥിന്റെ പ്രസ്താവന. ശത്രുക്കളെ നമ്മൾ ആരാധിക്കില്ല. ആരെങ്കിലും നമ്മുടെ ആളുകളെ കൊലപ്പെടുത്തിയാൽ അതിന് അർഹമായ മറുപടി നൽകുമെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം മോദി മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ഗോവധ നിരോധിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഗോഹത്യ നടത്തുന്നവരെ തലകീഴാക്കി കെട്ടിത്തൂക്കുമെന്നായിരുന്നു ബീഹാറിലെ റാലിയിൽ അമിത്ഷാ പറഞ്ഞത്. ഗോ സംരക്ഷണം വൈകാരിക വിഷയമായ ഉത്തരേന്ത്യൻ മണ്ഡലങ്ങൾ വോട്ടെടുപ്പിലേക്ക് നീങ്ങവേ വീണ്ടും ഗോവധ നിരോധനം പ്രചരണായുധമാക്കുകയാണ് BJP. ബീഹാറിൽ ഗോഹത്യകൾ വർദ്ധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മധുബനിയിലെ റാലിയിൽ അമിത്ഷായുടെ പ്രഖ്യാപനം. ഗോവധവും പശുക്കടത്തും അനുവദിക്കില്ലെന്ന് അമിത്ഷാ ആവർത്തിച്ചു പറഞ്ഞു. കോൺഗ്രസ് ഗോഹത്യയെ പിന്തുണയ്ക്കുന്നുവെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ആരോപിച്ചിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെയാണ് അമിത്ഷായുടെ ആരോപണവും. നേരത്തെയും തിരഞ്ഞെടുപ്പുകളിൽ ഗോവധ നിരോധനം BJP ഉന്നയിച്ചിരുന്നു. അമിത്ഷായുടെ പ്രഖ്യാപനത്തോട് കോൺഗ്രസ് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും രാജ്യം ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും തിരഞ്ഞെടുപ്പ് പൂർത്തിയാകേണ്ടതായിട്ടുണ്ട്. അവിടങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് റാലിയിലാണ് അമിത്ഷാ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.